ഈ കോൺഗ്രസ് ഇന്ത്യ മൊത്തം ദുരന്തമാവുന്നതിന്റെ എക്സാമ്പിളാണ് ഇത്. അവർക്ക് അധികാരം കിട്ടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മറ്റേ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും അവർ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു, ബംഗാളി ചെയ്തു, ആസാമിൽ കഴിഞ്ഞു. ഇവന്മാർ ഇപ്പോഴും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആകെപ്പാടെ കോൺഗ്രസിന് അധികാരം കിട്ടിയ അപൂർവ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ കേരളം. അവിടാണ് ഇവന്മാരുടെ ഹൈക്കമാൻഡ് തേങ്ങാക്കൊല. ഇത് നാണം കെട്ടവന്മാരാണ്. ഇത് ദുരന്തം. ഇവന്മാർ ബാക്കിയുള്ളിടത്ത് രക്ഷപ്പെടാത്തതിന്റെ കാര്യം ഇതാണ്. ഇതെല്ലാം ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇതുള്ള തോന്നിയവാസം. വൃത്തികേടിനൊക്കെ ഒരു ലിമിറ്റില്ലേടി. എന്തെങ്കിലും ചോദിച്ചാൽ പറയും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ മണ്ണാങ്കട്ടയാണ്. ഇവന്മാർ ജനാധിപത്യത്തിന്റെ പിടിപ്പുകേടെന്ന് പറയുന്നത്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ദീപാദാസ് മുൻഷിയും ഈ അജയ് മാക്കനും ഇവന്മാർക്കൊക്കെ അവിടെ ഒരു പഞ്ചായത്ത് പോലും വിജയിച്ചിട്ടില്ല. ഈ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ ദയനീയ തോൽവിയാണ്. ഇവന്മാരാണ് ഇവിടെ വന്ന് ഹൈക്കമാൻഡ്. എന്തോന്നിന്റെ ഹൈക്കമാൻഡാടി ഇത്? BJP ഒക്കെ കാണിക്കുന്ന പരിപാടി നോക്ക്. BJP ആണ് ഇന്നലെ മറ്റേ UP എക്സ്പാൻഡ് ചെയ്തു, അവരുടെ മന്ത്രിസഭ എക്സ്പാൻഡ് ചെയ്തു, പുതിയ ആരണ്ടൊക്കെ OBC-കാരെയും ദളിതിനെയും എല്ലാം വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അവരുടെ പരിപാടികൾ ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് അവരിങ്ങനെ ഫാർഫെച്ച്ഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ചെയ്ത് പിടിക്കുക. ഇവിടെ ഈ അജയ് മാക്കാനും മറ്റേ മാക്കാന്മാരുമാണ് വന്ന് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ചു ഇവന്മാർ. എന്നിട്ട് ഇവന്മാർ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും MMSനെയും മുരളീധരനെയും ഒക്കെ നാളെ വിളിച്ചേക്കുക. ചർച്ചയാ? എന്തോന്റെ ചർച്ചയാടേ? നിങ്ങൾ കേസ് അങ്ങ് തെരഞ്ഞെടുക്കുന്ന അങ്ങ് തെരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരുത്തരെ അങ്ങ് തെരഞ്ഞെടുക്കുക, എന്നിട്ട് അനുഭവിക്കാനുള്ള അനുഭവിക്കുക. അത് ചർച്ചയാ? ജനാധിപത്യത്തിന്റെ തോന്നൽ, ജനാധിപത്യത്തിന്റെ തേങ്ങാക്കൊലയാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടും 9 ദിവസമാകുമ്പോഴും കേരളത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനത്തിൽ ഇനിയും ഹൈക്കമാൻഡിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനമാകാതെ നീണ്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ അത് AICCയുടെ, അതായത് രാഹുൽ ഗാന്ധിയുടെയും വേണുഗോപാലിൻ്റെയും എല്ലാം ഒരു തന്ത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. 102 MLA-മാരുടെ ഭൂരിപക്ഷത്തോടു കൂടി, അഥവാ 102 സീറ്റോടു കൂടി അധികാരത്തിലേക്ക് വരുന്ന UDF-ൽ നിന്നും 63 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ബാക്കി ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും കൂടി 102 സീറ്റ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ആരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക തരം അജണ്ടയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു സങ്കീർണതയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF-നെ ഒറ്റക്കെട്ടായി നയിക്കുകയും 102 സീറ്റ് നേടിക്കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും VD സതീശന്റെ നേതൃത്വത്തിൽ കൈവരിച്ച ഈ നേട്ടത്തിന് VD സതീശന് തന്നെ, അല്ലെങ്കിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് ഇതര കക്ഷികളുമെല്ലാം വോട്ട് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും നിലനിന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകൾ, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. 35 സീറ്റിലേക്ക് അവർ ഒതുങ്ങുമ്പോൾ വലിയ ക്ഷീണം തന്നെയാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. എന്നാൽ 102 സീറ്റോട് കൂടി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരുന്ന UDF-ന് ഇപ്പോഴും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിൽ ഒരു കാരണവശാലും മത്സരിക്കുവാനോ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുവാനോ താൻ ഇല്ല എന്ന് AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പല മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ക്രൈം ഓൺലൈനും അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടുകൂടി വിജയത്തിലേക്ക് എത്തിയ UDF മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചിലരും അധികാരസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കും എന്നാണ് പിന്നീട് KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് മത്സരരംഗത്തില്ലാതിരുന്ന പലരും UDF-ന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ പ്രമുഖമായ സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നതിലൂടെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. ഇവിടെയാണ് 63 കോൺഗ്രസ് MLA-മാരും ബാക്കിയുള്ള 102 MLA-മാരിൽ UDF-ന്റെ MLA-മാരും ചേർന്ന് 102 പേര് ഭൂരിപക്ഷം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന്
ആരെയെങ്കിലും ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യത്തിനാണ് രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും ഒളിച്ചുകളി വ്യക്തമാകുന്നത്. ഒരു കാരണവശാലും നിലവിലെ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമമുണ്ടായിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ MLA-മാരിൽ നിന്ന് ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാതെ KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കേണ്ടതിൻ്റെ അടിയന്തര സാഹചര്യം എന്താണ് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് കോൺഗ്രസിനകത്തു നിന്നും കോൺഗ്രസിന് പുറത്തു നിന്നുമുള്ള ആളുകളുടെ ചോദ്യത്തിന് ഹൈക്കമാൻഡിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അത് കോൺഗ്രസിന്റെ നിയമത്തിന് എതിരാണ്. താൻ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ നിലവിൽ MP ആയ വേണുഗോപാലിനെ പിന്നെ എന്തിനാണ് MP സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്, മുഖ്യമന്ത്രിയാക്കുന്നത്? 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും. ഒന്ന്, KC വേണുഗോപാൽ രാജിവെക്കണം, ആലപ്പുഴയിലെ ലോകസഭാംഗമാണ് അദ്ദേഹം. മറ്റൊന്ന്, മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ നിയമിക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 6 മാസത്തിനകം വീണ്ടും KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കേണ്ടതുണ്ട്. അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കാനില്ലേ? എന്തുകൊണ്ടാണ് VD സതീശനെ, രമേശ് ചെന്നിത്തലയെ പോലുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളിൽ നിന്നും ഒരാളെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് സാധിക്കാതെ പോകുന്നത്? അപ്പോൾ KC വേണുഗോപാൽ മത്സര രംഗത്തേക്ക് ഇല്ല എന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനില്ല എന്നും പറഞ്ഞത് VD സതീശന്റെ, പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ നേതൃത്വത്തിൽ UDF ജയിച്ചു കയറി വരികയാണെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നുള്ള രഹസ്യ ധാരണ തന്നെയാണ്. ക്ഷമിക്കണം, KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 102 സീറ്റ് കിട്ടില്ല എന്നുള്ളത് KC വേണുഗോപാലിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിന്നത്. എന്നാൽ ഇത് ഹൈക്കമാൻഡിന്റെ ഭാഗമായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും KC വേണുഗോപാലിനുമെല്ലാം ഇത്തരം ഒരു തീരുമാനം നേരത്തെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളെ എല്ലാവരെയും രാഹുൽ ഗാന്ധിയും കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 9 ദിവസം കഴിയുമ്പോഴും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ വലിയ പരാജയമാണ്, കള്ളക്കളി തന്നെയാണ്. അതായത് KC വേണുഗോപാലിനെ ഏത് വിധേനയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കള്ളക്കളി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസിന്റെ UDF-ന്റെ മന്ത്രിസഭയായിരിക്കും ഇനി നിലവിൽ വരാൻ പോകുന്നത് എന്നുകൂടി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ശക്തമായ താക്കീത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാതെ, പ്രതിപക്ഷ നേതാവായ VD സതീശനെയോ അല്ലെങ്കിൽ സീനിയറായ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാക്കാതെ AICC-യുടെ വക്താവായ KC വേണുഗോപാൽ, മത്സരിക്കാത്തൊരു KC വേണുഗോപാലിനെ എന്തിനാണ് വീണ്ടും കേരളത്തിലേക്ക് കെട്ടിയിറക്കി കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ്. അങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ സൂപ്പർ കമാൻഡർമാർക്കോ ഇനി കേരളത്തിൽ വീണ്ടും കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് ജനങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളിലും വന്നുകൊണ്ട് പറയുന്നത്. എന്തായാലും KC വേണുഗോപാലിന് ജനഹിതം മാനിക്കാതെ, KC വേണുഗോപാൽ AICC-യുടെ വക്താവായതിന്റെ പേരിൽ അദ്ദേഹത്തിന് അനുകൂലമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം MLA-മാരും കൈപ്പൊക്കും. കാരണം KC വേണുഗോപാലാണ് അവർ സീറ്റ് നിർണയത്തിലും ഫണ്ട് കൊടുക്കുന്നതിലുമെല്ലാം താല്പര്യം കാണിച്ച് മുന്നിൽ നിന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിന് പ്രതികൂലമായി അവർ ഒരു കാരണവശാലും ഒരു അഭിപ്രായം പറയില്ല. VD സതീശനെ അനുകൂലിക്കണം എന്നുണ്ടെങ്കിൽ പോലും KC വേണുഗോപാലിനെ പിണക്കാൻ അവർ തയ്യാറാകില്ല. ഇതാണ് K മുരളീധരനും എടുത്തു പറഞ്ഞത്. MLA-മാർ കൈമുക്കിയുള്ളത് മാത്രം ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ജനവികാരത്തെ മാനിക്കാതെ ആരെയും മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് നിശിതമായി തന്നെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇനിയും ഹൈക്കമാൻഡ് ആരായിരിക്കണം, KC വേണുഗോപാൽ ആയിരിക്കണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കണോ മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള ആബാലവൃദ്ധം ജനങ്ങളെയും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാവരും ആര് കൊടുക്കും? AICC ഇനിയും കാശ് മുടക്കി എന്തിനാണ് ഇത്തരം മാമാങ്കം നടത്തുന്നത്? അഥവാ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളെയും മുൻ KPCC പ്രസിഡന്റുമാരെയും DCC പ്രസിഡന്റുമാരെയും എല്ലാം കാണുന്നതിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും ഖാർഗെക്കും എല്ലാം കേരളത്തിലേക്ക് വരാൻ പാടില്ലായിക? അങ്ങനെയാണെങ്കിൽ 4 ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്താൽ മതിയല്ലോ. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു കപട നാടകം തന്നെയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. KC വേണുഗോപാലിനെ ഏതറ്റം വരെയും പോയി കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം. അതിനുവേണ്ടിയാണ് ആ നേതാവിനോട് അഭിപ്രായം ചോദിച്ചു, ഈ നേതാവിനോട് അഭിപ്രായം ചോദിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭൂരിപക്ഷത്തെ മാനിക്കാതെ, ജനവികാരം മാനിക്കാതെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെയാണ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് അവസാന ആടിയടിക്കുന്ന പരിപാടിയായിരിക്കും. അതിന് KC
സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തന്നെയാണ് ഉത്തരവാദികൾ എന്ന് യഥാർത്ഥ കോൺഗ്രസ് വിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.